ഇതൊക്കെ ഇപ്പൊ എന്താ ചെയ്യണേ? ഇത് നമ്മള് ഷീറ്റ് ഷോർട്ട് പേപ്പറിന്റെ മുകളിലിടാണെങ്കിൽ പേപ്പർ വായിക്കാൻ കിട്ടുന്നതൊക്കെയാണ്. ഇതിപ്പോ നമ്മളെ അതിനകത്തേക്കുള്ള ഇതിന്റെ ഉള്ളിൽ ഒരു ലെയറാണുള്ളത്. ബയോഗ്യാസ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു കത്തുമ്പോൾ കറുത്ത പുക വരുന്ന കാരണം നമ്മളെ ഷീറ്റ് ഇതാണ് നമ്മളെ റബ്ബർ പാൽ സംഭരണ കേന്ദ്രം, കാരച്ചാൽ റബ്ബർ ഉൽപാദക സംഘം എന്നാണ് നമ്മളെ ഇതിന്റെ പേര്. അപ്പൊ ഇവിടെ ഇത് കണ്ടല്ലോ, ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. വിറകെല്ലാം ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് ഭാഗത്ത് പോയിട്ട് നമുക്ക് കാക്കാനൊന്ന് കണ്ട ഇതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം നമുക്ക്. എല്ലാരും തിരക്കായിരിക്കും. ഇതാണ് ഇപ്പൊ നൗഫല്. അപ്പൊ അവനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ. ഞാൻ നൗഫൽ, മമ്പാട് പുള്ളിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 4 വർഷമായി. ഇതുവരെ ഞാൻ റബ്ബർ ബോർഡിൻ്റെ തന്നെ സ്ഥാപനമായ ഒരു എഴുത്തച്ഛൻ റബ്ബേഴ്സ് എന്നാണ്, തുഞ്ചത്ത് എഴുത്തച്ഛൻ റബ്ബേഴ്സ് എന്നാണ് റബ്ബർ ബോർഡിൻ്റെ സ്ഥാപനം. അതിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചാൻസ് കിട്ടി, അങ്ങനെ ഇവിടേക്ക് മാറിയതാണ്. നമുക്ക് ഇതിനെപ്പറ്റി ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വന്നപ്പോൾ ഫുള്ള് പോപ്പരൻ്റെ പണിയും വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ തന്നെ ഫസ്റ്റ് ചോദിച്ച് മനസ്സിലാക്കാം. ഒരുപാട് ആൾക്കാരില്ലേ നമ്മളെ റബ്ബർ കർഷകർ, ഒരുപാട് ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ? അതെ 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 അതെ. ഇനിയിപ്പൊ നമുക്ക് ഇതിന്റെ പോപ്പരയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പൊ നമ്മളെ പോപ്പര ഇപ്പൊ നിങ്ങള് കണ്ടല്ലേ, 100 ഷീറ്റ് ഉണ്ട്. ഇവിടത്തെ പോപ്പര കണ്ട നമ്മളൊന്ന് ഞെട്ടും. നിങ്ങളൊന്ന് കാണിച്ചാണ്, നമുക്ക് അതിന്റെ ഉള്ളൊന്നൊക്കെ ഒന്ന് കാണാം. ഇതിപ്പോൾ നമ്മുടെ പച്ച ഷീറ്റാണ് ഇതുള്ളത്. ഇനി ഉണങ്ങി വരണം. 2 ദിവസത്തെ തീയുടെ ആവശ്യമുണ്ട്. ഇത് നമ്മുടെ ഷീറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 450 ഗ്രാം 500 ഗ്രാമിന്റെ താഴെയായിട്ടാണ് നമ്മുടെ ഷീറ്റ് ഉണങ്ങി വരുമ്പോൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അതിന് ആ മഞ്ഞ കളറും ഫസ്റ്റ് ഗ്രേഡ് ഷീറ്റ് ആകുന്നതും അതുകൊണ്ടാണ്. ഇതിപ്പം നമ്മള് മറ്റേ ഷീറ്റ് നമ്മളെ വീട്ടിലൊക്കെ മറിച്ചിടുന്ന പോലെ ഡെയിലി മറിച്ചിടുവോ? ഇല്ലല്ല, അത് മറിച്ചിടണം. സത്യം പറഞ്ഞാല് ഇതിപ്പോ നമ്മള് പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അലുമിനിയത്തിന്റെ പൈപ്പാണ്. സാധാരണ മുളയുടെ കമ്പ് അല്ലെങ്കിൽ കമുങ്ങിന്റെ അലകൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് ആളുകൾ. ഇതിപ്പോ അലുമിനിയം പൈപ്പാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മറിച്ചിടാതെ തന്നെ ഷീറ്റ് ഉണങ്ങി കിട്ടും. വെയിറ്റ്ലെസ് ആണ്. എടുക്കാനും വെക്കാനൊക്കെ സുഖമാണ്. മാത്രമല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് ട്രോളി സിസ്റ്റം ആണ്. ഈ പോപ്പരയിൽ ഏകദേശം 2000-ഓളം ഷീറ്റ് ഈ പോപ്പര തന്നെ ഇതിനകത്ത് തന്നെ കയറും. ഒരു ട്രോളിയിൽ 500 ഷീറ്റ് വെച്ചിട്ട് ഇപ്പൊ 4 ട്രോളി ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മുടെ റൂമുണ്ട്. ഇതേ പോപ്പരയുടെ 2-3 പോപ്പരയാണ് നമുക്കുള്ളത്. അതിൽ പച്ച ഷീറ്റ് അടിച്ചിട്ട് അതിനകത്ത് കയറ്റും. അതിനകത്ത് ഇപ്പൊ തീ ഇട്ടേക്കാണ്. കാരണം ഇപ്പൊ തുറക്കണ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന്റെ 2ാമത്തെ പാർട്ട് റൂമാണിത്. അവിടുന്ന് ഒരു ദിവസത്തെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറ്റാണ് ചെയ്യുന്നത്. അത് പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തള്ളി മാറ്റാൻ കഴിയുന്നതുകൊണ്ട് നമ്മൾ പോപ്പരയിൽ വല്ലാതെ റിസ്ക് വരില്ല. പെട്ടെന്ന് പണി തീർക്കാനുള്ള സംവിധാനം കഴിയും. അല്ല, ഇതിപ്പോ എന്താണ് ഈ ഷീറ്റ് ഇങ്ങനെ മഞ്ഞ കളറായിട്ട് ഇരിക്കണേ? നമ്മളെ വീട്ടിലൊക്കെ പുകട്ട് ഇങ്ങനെ നല്ല കറുപ്പ് കളറായിട്ട് വരുന്നില്ലേ? ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് പുകയല്ല ഉപയോഗിക്കുന്നത്. ഇതിൽ മെത്തേഡ് ഉപയോഗിക്കുന്നത് അതിന്റെ ചൂടാണ്, സ്റ്റീം. എന്താ പറയുക, ചൂടാണ് ഉപയോഗിക്കുന്നത്. അത് തീ ഇടുന്ന തന്നെ ഞങ്ങള് പുക എത്തുന്നില്ല. പുക നമ്മൾ പുറത്തേക്ക് കളയും. പുക നമ്മൾ തീയിട്ട് പുക പുറത്തേക്ക് കളഞ്ഞിട്ട് ആ തീന്റെ പുക, കറുത്ത പുക കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോപ്പര അടക്കുന്നതും. അതുവരെ ഇപ്പൊ ഇത് ഈ വലിയ ഡോറ് 11 അടിയോളം ഹൈറ്റ് ഉണ്ട്. ഇത്രയും ഈ വലിയ ഡോറ്, അതുപോലെ 2 ജനലുകളുണ്ട്. ഇതൊക്കെ തുറന്നിട്ടിട്ട് പുക പുറത്തേക്ക് കളയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് മഞ്ഞ കളർ വരുന്നത്. മാത്രമല്ല ഇതിന് വിറക് ഉപയോഗിക്കുന്നത് പുടിവിറകാണ്. നിങ്ങൾ വന്നപ്പോ കണ്ടിട്ടുണ്ട്. കോസ്റ്റ്ലി ആണ്. പക്ഷെ ഷീറ്റ് നന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല വിറകുകൾ ഉപയോഗിക്കണം. ഇതിപ്പോ എത്ര ദിവസം വേണം പുകയായി കിട്ടാന്? ഇത് പുകയെ കിട്ടാൻ 3 ദിവസം കഴിയും ഏറ്റവും ചെയ്യുന്നത്. ഉണക്കത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇനിയിപ്പോ നാളത്തെ തീയോടുകൂടി ഒന്നുകൂടെ വാടും, പിന്നെ ഉണങ്ങി വരും. നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ 2 ദിവസം കൊണ്ടൊക്കെ പുകയായിട്ട് ഇറക്കുമല്ലോ. വീട്ടിലത് പുകയായിട്ട് ഇറക്കണ നിങ്ങളെ പോപ്പരയുടെ പ്രത്യേകത ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം 100 ഷീറ്റ് ഇടാൻ പറ്റും. അതെ അതെ അതെ. പക്ഷെ ഇവിടെ നമ്മൾ സാധാരണ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കണ എങ്ങനെ വെച്ചാല് പോപ്പര വെട്ടലോണ്ടൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ട് അതില് ഇവര് സ്പേസ് ഉള്ളതിനനുസരിച്ച് അടിച്ച് അങ്ങനെ കയറ്റും. ഉണങ്ങിയത് മുകളിലേക്ക് കയറ്റിയിട്ട് അവർക്ക് ഒരുപാട് ദിവസങ്ങൾ വരുന്നുണ്ട്. നിങ്ങള് പോപ്പര എന്ന് പറഞ്ഞാൽ നമ്മള് കണ്ട് അടിപൊളിയായിട്ടുണ്ട് ചെയ്തത്. 2 ദിവസം കൊണ്ട് തന്നെ അടിപൊളി ഷീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 4 ഷീറ്റ് വെക്കുമ്പോ ഏറ്റവും സുഖകരമാണ്. ഇങ്ങനെ എടാ 4 ഷീറ്റ് നമ്മളെ സാധാ 4 ഷീറ്റിനെ കഴിഞ്ഞും വില കൂടുതലാണ്. അങ്ങനെ എന്തോ ഇതുണ്ട് അതിന്? ഉണ്ട്. സാധാ 4 ഷീറ്റിന് ഇത്ര പണിയും വരുന്നില്ലല്ലോ. ഇത് ഫസ്റ്റ് എയ്ഡ് ഷീറ്റാണ് വരുന്നത്. പണി കൂടുതലുണ്ട്. അതെ അതെ. ഇതിപ്പോ നമ്മളൊരു പേപ്പറിന്റെ മുകളിലിടാണെങ്കിൽ പേപ്പർ വായിക്കാൻ കിട്ടുന്നതൊക്കെയാണ് അതിന്റെ കണക്ക് പറയുന്നത്. അതിപ്പോ നല്ല ഇതായിട്ട് എന്താ പറയാ, അത്രയും കട്ടി കുറവും നല്ല നൈസ് ഷീറ്റാണിത്.
ഇത് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ഉണങ്ങിയിട്ടില്ലാന്ന് പറയുള്ളൂ. ഉണങ്ങിയ ഞാനോട് ചോദിച്ചില്ല, ഇതൊന്നും ഉണങ്ങിയിട്ടില്ല ചോദിച്ചില്ല. അതെ. ഇത് ഫസ്റ്റ് ഗ്രേഡ് ഷീറ്റാണ്, ഉണങ്ങിയ ഷീറ്റാണ്. ഇത്ര കാനേ ഉണ്ടാവുള്ളൂ അതിന്. അതെ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോരോ സംഭവങ്ങളാണ്, നമുക്ക് പുതിയ പുതിയ അറിവുകളും കാര്യങ്ങളൊക്കെയാണ് ഓരോ ദിവസം കിട്ടുന്നത്. തീർച്ചയായും. അതെ. ഇത് ഇങ്ങനത്തെ ഷീറ്റ് ഉണ്ടാക്കണ ഞാൻ അപ്പൊ അത് ആദ്യമായിട്ട് കാണാണ്. ഇങ്ങനത്തെ ഒരു പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ എങ്ങനെ ഇത് എന്റെ കമ്പനിയിൽ വരുന്നതൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. ജിനേഷ്, നമ്മൾ ആ പോപ്പറിന്റെ അടുപ്പ് കാണിച്ചു തരാം. അതിന്റെ അടുപ്പ് എവിടെ വരുന്നത് എന്നുള്ളതും എങ്ങനെയാണ് ഇതിന്റെ സംവിധാനം എന്നുള്ളതും. ഇതിലേക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് എങ്ങനെയാ വെച്ചാൽ ബയോഗ്യാസ് ആണ് ചെയ്തിട്ടുള്ളത്. തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബയോഗ്യാസ് ആണ്. ഇതുകൊണ്ടുള്ള ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെച്ചം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സാധാരണ രീതിയിൽ തീ പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഒട്ടുപാല് വെക്കണം, അല്ലെങ്കിൽ ഡീസലോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ടാണ് തീ കൊടുക്കുക. ഈ ഒട്ടുപാല് വെക്കുമ്പോൾ അതിനകത്ത് നിന്ന് കറുത്ത പുകയാണ് വരുന്നത്. ഈ റബ്ബർ കത്തുമ്പോൾ കറുത്ത പുക വരുന്ന കാരണം നമ്മളെ ഷീറ്റ് ക്വാളിറ്റി പോകും. അപ്പൊ അത് കാരണം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബയോഗ്യാസ് കൊടുത്തു കഴിഞ്ഞാല് ആ കറുത്ത പുക ഒഴിവായി കിട്ടും. മാത്രമല്ല നമ്മൾ ഇവിടെയാണത് ഇതിനകത്തേക്ക് നമ്മൾ തീ കൊടുക്കുന്നത് ഇവിടുന്നാണ്. ഏകദേശം 35 അടിയോളം നീളം ഉള്ളിലേക്ക് ഉണ്ട്. 35 അടിയോളം നീളമുണ്ട്. അത്രയും ഉള്ളിലേക്ക് എങ്ങനെ ഇത് ഇടണപ്പോ? ഇല്ല, നമ്മള് ഇവിടെ തീ ഇടുന്നത് ഇവിടെ ഈ ഒരു പോർഷനിൽ മാത്രമാണ്. ഇവിടുന്ന് പിന്നെ ഉള്ളിലേക്ക് തീന്റെ ചൂടും ആവി മാത്രമാണ് പോവുക. അതല്ല, അത്ര നീളത്തേക്ക് മുട്ടി ഇടില്ലല്ലോ. മുട്ടിടും. അങ്ങനെ കമ്പൗണ്ട് കുത്തി കയറ്റും. കാലുകൊണ്ട് ചവിട്ടിട്ട് ചെക്കന്മാര് ഓരോന്ന് ഇങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട്. ഒരെണ്ണുള്ളിൽ കിട്ടു കഴിഞ്ഞാൽ പിന്നെ എന്റെ ബേക്കിലേക്ക് നമ്മള് ഈ കട്ട ടോർച്ച് വേറ്റിലൂടെ ഇതിപ്പോ അതിന്റെ ഉള്ളിലോട്ട് അങ്ങനെ തല വരെ നമുക്ക് വിറകിട്ട് കൊടുക്കണം. വേണ്ട, ഈ തലക്കലായിട്ട് തന്നെ നമ്മൾ ചെയ്താൽ മതി. ഇവിടെ വിറകിട്ട് ഉന്തി ഇങ്ങനെ കുറച്ച് അധികം ഉള്ളിലേക്കൊന്നും ഇടൂല. ഇപ്പൊ ചാരം കാണുന്ന വെച്ചാൽ തീനനുസരിച്ച് അങ്ങനെ ചെല്ലണതാണ്. തല വരെ ഉണ്ട് അതിന്റെ. ഉണ്ട് നമ്മളെ രണ്ടാമത്തെ പോപ്പറിന്റെ അതുവരെ ഈ ഹോൾഡ്. അതിൽ 2 ലെയർ ആയിട്ടാണ് ഇത് നമ്മളെ സ്ലാബ് കിടക്കുന്നത്. ഇതിപ്പോ നമ്മളെ അതിനകത്തേക്കുള്ള ഇതിന്റെ ഉള്ളില് ഒരു ലെയർ ആണുള്ളത്. കരിങ്കൽ ചീടുകൾ, അത് ചൂട് കിട്ടാൻ വേണ്ടിട്ട് കൊറേ ഇട്ടുണ്ടോ? ഇതിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു പോർഷനിൽ ഇവിടെ നമ്മൾ ഇങ്ങനെ കള്ളി കണ്ടില്ലേ, അതിന്റെ ഉള്ളില് ഇതിന്റെ ഇവിടെ സ്ലാബ് വരുന്നുണ്ട്. ഇവിടെ നിന്നിട്ട് ഇതുവരെ നമ്മള് കരിങ്കല്ല് ചീളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ തീ കത്തുമ്പോ ഈ കല്ലുകൾ ചൂടാവും. കല്ലുകൾ ചൂടാവുന്ന പതുക്കെ ചൂടിറങ്ങുള്ളൂ. അപ്പൊ അത്രയും ചൂട് നമുക്ക് പോപ്പരേക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കേണ്ടത് പുഴങ്കല്ലില്ലേ, അത് അല്ലെങ്കിൽ വെള്ളാരം കല്ലുകളൊക്കെയാണ്. നമുക്ക് അന്ന് ആ ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് അങ്ങനെ തല വരണ്ട ഈ കല്ല് ഇട്ടിട്ട്? ഇല്ല, നമ്മളെ ഫസ്റ്റത്തെ റൂമിന്റെ മാത്രം. അപ്പുറത്തെ റൂമിലേക്ക് നമ്മള് ഹോളായിട്ട് തന്നെ കിടക്കുകയാണ്. കുറച്ച് എക്സ്പെൻസ് ആണ് സാധനം പോപ്പര ഉണ്ടാക്കാൻ. അതേപോലെ സംഭവം ഇട്ട് കഴിഞ്ഞാൽ തീയും സാധാ തീരുന്നതിന്റെ അത്രയും ചൂട് പോവാതെ തന്നെ ആ കല്ലിൽ പിടിച്ചു കഴിഞ്ഞിട്ട് അത്രയും ചൂട് കിട്ടും. ഇതിപ്പോ സാധാരണ ഇപ്പൊ നമ്മളൊരു പോപ്പർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇതേമാതിരി കല്ലിട്ടൂടെ? കല്ലിടാം. ഒരു ഇത് വെച്ചിട്ട് അല്ലേ? സാധാരണ പോപ്പരയിൽ ഒരിക്കലും ഇത്ര വിറകിട്ട് കത്തിക്കില്ലല്ലോ. ഇത്ര കത്തിക്കൂലല്ലേ? കല്ലും ഇതൊക്കെ ചൂടാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വിറക് കയറ്റുന്നത് ഏകദേശം ഒരു 100-300 കിലോന്റെ മുകളിൽ ഒരു ദിവസം തന്നെ വിറക് കയറുന്നുണ്ട്. അതും പുളിമുട്ടി അത്യാവശ്യം ചൂടുമല്ല. ഇതാപ്പോ ഇതിന്റെ അടുപ്പില്ലേ? അതെ. അത് നമ്മൾ അങ്ങേ റൂം വരെ കിടക്കാണ്. അതേപോലെ ഇത് സ്ലാബാ? അതെ, സ്ലാബ് ഇട്ടാണ്. അതിന്റെ അടിയിലുണ്ട് അതേപോലെ സ്ലാബ്. ഒരു ലെയർ ആയിട്ട് തന്നെ ഉണ്ട് അതിനകത്ത് റൂം. എങ്ങനെയുണ്ട് ഞങ്ങളെ പോപ്പരയിൽ ചൂടുണ്ടോ? പോപ്പരയിൽ നല്ല ചൂടുണ്ടങ്ങനെ. ഇതിപ്പോ ഇന്നലെ തീയിട്ടാണ്. ഇന്നലെ തീയിട്ടതിന്റെ അവിടെ ചാരം മാത്രമേ ഉള്ളൂ. നമ്മൾ ആ കല്ല് പഴുത്തിട്ടുണ്ടല്ലോ, ഉള്ളിലുള്ള കല്ലില്ലേ, ആ കല്ല് ചൂടായതിന്റെ ഇതാണ് കാണുന്നത്. അത്രയും ചൂട് വരുന്നത്. അതിനകത്ത് നിൽക്കാൻ വയ്യ. ഇത് നമ്മളെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പല്ല കേട്ടോ. ഇത് നമ്മളവിടെ ഫസ്റ്റ് തീയിടുന്ന ടൈമില് ചൂട് കറുത്ത പുക പോകാൻ വേണ്ടിയിട്ട് സംവിധാനം ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ഓപ്പൺ ആണ്. ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൽ കൂടെ വരുന്ന പുക നേരിട്ട് പുറത്തേക്ക് പോകും. അത് നല്ല ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ചൂട് ആയി പുക ഫുള്ള് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് അടക്കും. ഈ ഷട്ടർ അടക്കും. അതോടുകൂടി എന്താവും, ഈ ഇതിലുള്ള ചൂട് പോപ്പരേക്ക് തന്നെ കിട്ടും. നമ്മൾ ഈ വാതിൽ അടച്ചിടുന്നതോടുകൂടി പിന്നെ അതിനകത്തേക്കാണ് ചൂട് വരിക. അതുപോലെ തന്നെ ഇതിന് 2-3 ഷട്ടറുകളുണ്ട് പോപ്പറിന്റെ സിസ്റ്റത്തിൽ വരുന്നത്.
ഇത് 2 റൂമായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഷട്ടറാണ്. ഈ കേബിൾ നമ്മൾ താത്തിട്ട് കഴിഞ്ഞാല് അപ്പുറത്തെ റൂമിലേക്ക് ഇനി ചൂട് ചെല്ലൂല. അങ്ങനെയുള്ള സംവിധാനങ്ങളാണുള്ളത്. അതെന്താ ഇതില് വരുന്നത്? ഇതെന്താ ഇവിടെ? ഇത് ഷട്ടറാണ്, ഉള്ളില് ഷട്ടറാണ് വരുന്നത്. കേബിളില് ഘടിപ്പിച്ചേക്കാണ്. ആ അടുപ്പിന്റെ ഉള്ളിൽ പോകുന്ന ചാലുണ്ടല്ലോ നമ്മള് അതിനകത്ത്. അത് താത്തിട്ട് കഴിഞ്ഞാല് അപ്പുറത്തെ ഇതില് ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് താത്തിടും. അതോടുകൂടി ഈ ഭാഗത്തേക്ക് മാത്രമാവും ചൂട്, ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് വരും. അപ്പുറത്തേക്ക് ചൂട് പോകില്ല. 2ലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തുറന്നിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും. അതേപോലെ തന്നെ തീ കത്തിക്കുന്ന ടൈമിൽ ഇവിടെ ഒരു ഷട്ടർ ഉണ്ട്. ഇത് നമ്മൾ പൊക്കി വെക്കും. ഇത് പൊക്കി വെക്കുന്നതോടുകൂടി ചൂടുള്ള അതുപോലെ പുക ഇങ്ങോട്ട് കയറൂല, നമ്മൾ ഈ റൂമിലേക്ക് കയറൂല. അത് എന്ത് ചെയ്യും, അത് നേരെ ആ പൈപ്പിലൂടെ നമ്മൾ ഫസ്റ്റ് കണ്ട പൈപ്പ് കൂടെ മുകളിലേക്ക് പോകും. ഇത് നമ്മൾ ഷീറ്റ് ഷോർട്ട് ചെയ്യണം. അതിൽ കുറഞ്ഞ പച്ചുള്ളതാണ് ഇവിടെ നമ്മൾ വെള്ള ഭാഗം വരുന്നില്ലേ, ഇത് പച്ചുള്ളതാണ്. അത് വീണ്ടും പോപ്പറ്റേക്ക് തന്നെ കയറ്റണം. മറ്റേ ഷീറ്റ് ഇങ്ങനെ 1 ഷീറ്റും 4 ഷീറ്റ്, അതിനകത്ത് തന്നെ യെല്ലോ 4 എന്ന് പറയും. കുറഞ്ഞ കളർ മാറ്റവും ഒരു കരടുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ ഷീറ്റ് ഗ്രേഡ് രണ്ടാമത്തെ ഗ്രേഡിലേക്ക് പോകും. അപ്പൊ അങ്ങനെ അതെ 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 തെരഞ്ഞു മാറ്റുകയാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ പച്ച ഉണ്ടെങ്കിൽ പച്ചയൊക്കെ വെട്ടിക്കളഞ്ഞ് പച്ചയാണ് വെട്ടുന്നത്. പച്ച അതെ അതെ തല കൊടുക്കുന്നതൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്ത് കളയുന്നത്. എങ്ങനെയുണ്ട് ജിനേഷ് ഞങ്ങളെ ഷീറ്റ് എങ്ങനെയുണ്ട്? അല്ല 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 നമ്മളൊരുപാട് കാലം ഷീറ്റുമ്പോ പഴയെടുത്തിട്ടുണ്ടല്ലോ അല്ലേ. അതൊക്കെ ഒരു കാലഘട്ടം ആയിട്ടോ. ഈ പോപ്പരേജ് നമ്മൾ ഉപയോഗിക്കുന്നത് മുളവടികളാണ്. മറ്റേ ട്രോളി പോപ്പരേജ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, അലുമിനിയത്തിന്റെതായിരുന്നു. ഇത് മുളവടികളാണ്. ഇത് നമ്മളെ പഴയ പോപ്പരയാണ്, റബ്ബർ ബോർഡ് തുടങ്ങിയ ആ ടൈമിലുള്ള പഴയ കാലത്തെ പോപ്പരയാണ്. ഇത് അത്യാവശ്യം 2000 ഷീറ്റിന്റെ മുകളിൽ ഇതിനകത്ത് കൊള്ളും. അത്രയും ഹൈറ്റ് വരുന്നുണ്ട്. ഒരു 30 അടി ഹൈറ്റ് ഉണ്ടാവും തോന്നുന്നുണ്ട് അല്ലേ. അതെ അതെ ഓരോ കമ്പ് ഇങ്ങനെ നിൽക്കാൻ. അതെ അലുമിനിയം ആകുമ്പോ എന്താ വെച്ചാല് അങ്ങോട്ടും ഇറങ്ങൂലല്ലോ. ഇത് ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടിട്ട് അതെ 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 ഇത്രയും ഹൈറ്റില് ഷീറ്റ് ഇടും. നമ്മള് ഇന്ന് അടിച്ചു കയറ്റുന്ന ഷീറ്റ് ഇവിടെ ഈ താഴ്ഭാഗത്താണ് ഇടുക. അത് നമ്മൾ അടിച്ചിട്ട് അതുപോലെ തന്നെ ഇതിനകത്തേക്ക് കയറ്റും. ഇതിൽ കയറണ ചവിട്ടി ചവിട്ടി മുകളിലേക്ക് കയറും. അത് ഷീറ്റ് ഉണക്കം കുറവുള്ളത് കുറച്ച് പച്ചുള്ള ഷീറ്റുകളാണ്. അവിടെ അറ്റേക്കണം. അത് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇറക്കിയെടുക്കാം. ഇപ്പൊ എന്താ തൂക്കുന്ന എങ്ങനെ? ഇത് അന്നാന്ന് ഇറങ്ങുന്ന ഷീറ്റുകളെ നമ്മൾ തൂക്കിയിട്ട് ഗോഡൌണിലേക്ക് മാറ്റും. ഇനിയിപ്പോ ഒരു ഏകദേശം ഒരു 1.5 ടൺ 2 ടണ്ണിന്റെ മുകളിൽ ഇപ്പൊ പിന്നാന്ന് ലോഡ് കയറിപ്പോയതാണ്. ഇനി തൊട്ട് 2 ടൺ ആകുമ്പോഴേക്കും നമ്മൾ കയറ്റി വിടും. ഇപ്പൊ വില കുറവായിട്ടാ? വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസങ്ങളിലും വില കുറഞ്ഞുകൊണ്ടിരിക്കുക. ഷീറ്റിന് വില കൂടുവോ? എന്താണ് നമ്മളെ ഷീറ്റിന് വില കൂടണം എന്നുള്ളതാണ് നമ്മളെ ആഗ്രഹം. കൂടട്ടെ. ഇപ്പൊ നമ്മളെ ഗോഡൌൺ അല്ലേ? അതെ അതെ അതെ. കുറച്ച് ഷീറ്റ് ആകുമ്പോഴേക്കും നമ്മൾ കയറ്റും. ഇതെന്തിനാ പ്ലാസ്റ്റിക് ഇട്ടണേ? അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനേ. ഓരോ ബണ്ടിൽ ഓരോ ഇത് മറ്റെന്താ വെച്ചാല് പൊട്ടിക്കഴിഞ്ഞാൽ പൊളിച്ചെടുക്കാൻ പാടല്ലേ. പാലെടുക്കാൻ പോകണം ഇപ്പൊ. കാരണം ഇന്ന് ഡ്രൈവർ ലീവാണ്. അപ്പൊ ഇനിയിപ്പോ ഡ്രൈവർ പോസ്റ്റിലേക്ക് മാറുകയാണ്. ഓക്കെ, നമുക്കിനി കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. കാരണം ഇപ്പൊ തിരക്കിലാണ്. നമ്മൾ എങ്ങനെയാണ് പാല് കൊണ്ടുവരുന്നത്, പാലെടുത്തിട്ട് വരുന്നത്, സൈറ്റിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് പാല് തൂക്കുന്നത്, അതിന്റെ DRC എങ്ങനെ എടുക്കും എന്നുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് വിവരമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, ബൈ.